പെരേര, താങ്കളുടെ കല്യാണത്തെ കുറിച്ച് എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ. എന്നാ കല്യാണം എന്തായാലും 2026 എന്തായാലും ഉണ്ടാവും. 26, 25 എന്തായാലും ഉണ്ടാവണം. കാരണം ഇപ്പുറത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ച് എന്തായാലും നമുക്ക് ഇത്രയും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും 2025, 26 കാലഘട്ടത്തിൽ എന്തായാലും കല്യാണം ഉണ്ടാവും. എന്തായാലും വിളിക്കും എല്ലാവരും. ഇപ്പോൾ ഷിയാസ് കരീമിന്റെ കല്യാണത്തിനാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് ആശംസ തരുന്നു. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, താങ്കളെ കല്യാണം നിശ്ചയിക്കുമ്പോൾ ഫസ്റ്റ് ആരെയായിരിക്കും വിളിക്കുന്നത്? കൂട്ടുകാരിൽ ആരായിരിക്കും ഫസ്റ്റ്? അതൊരു പെണ്ണിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതൊക്കെ ഓക്കെ, സമ്മതിച്ചു. നിലവിൽ കുറെ ഫാൻ ഗേൾസ് ഉണ്ട്, അവരെയൊന്നും നമ്മള് ആ ഒരു ലൈനിൽ കണ്ടിട്ടില്ല. പക്ഷെ വരും, നമുക്ക് വേണ്ടി ഒരു കുട്ടി വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് വരും. അല്ലാണ്ട് നമ്മളെ ഷോർട്ട് ഫിലിം അഭിനയിച്ച് 1 മിനിറ്റ് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അവരെയൊന്നും കിട്ടാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും ഫാൻസ് ഉള്ളതിൽ കല്യാണം കഴിക്കണമെന്ന് ഇതുവരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് നല്ലൊരു ഓഫർ, നമ്മളൊരു എന്താ പറയുക, നല്ലൊരു ആലോചന വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും സ്വീകരിക്കും. വെളുപ്പും കറുപ്പൊന്നും പറയില്ല. നമ്മൾ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി നമ്മുടെ ഒരു കളറുണ്ടല്ലോ. അല്ലാണ്ട് മനസ്സുള്ള ഒരാളായ കറുത്ത് അങ്ങനെ വലിയൊരു കളറിനോട് വലിയ ഇതല്ല. പക്ഷെ എന്തായാലും നമ്മൾ അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം കാണാൻ കൊള്ളാമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതിനോട് മാച്ച് ആയിട്ടൊരു പെണ്ണിനെ വേണമെന്നാണ് ആഗ്രഹം. ഹൻറോസിനെ പോലെ ഇരിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഒരു പെൺകുട്ടി വരട്ടെ. എന്തായാലും പെൺകുട്ടി വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും. പക്ഷെ എന്നാലും എന്തായാലും 2026 കെട്ടും. ഒരുപാട് സിനിമകൾ, ഷോർട്ട് ഫിലിംസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ കല്യാണം ഒരു വലിയൊരു കടമ്പയാണ്, അത് കടക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നല്ല ആലോചനകൾ വരട്ടെ, നല്ല കുട്ടിയെ കിട്ടട്ടെ. കാരണം നമ്മൾ ജാതി നോക്കുന്നില്ല, ഏത് ജാതി എന്നുണ്ടെങ്കിൽ കിട്ടും. ശരി.